സംസ്ഥാനത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് ഒരു ചടങ്ങിൽ സംസാരിക്കാൻ ചെന്നപ്പോൾ തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരു പണ്ഡിതനും ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമുക്ക് പരിചയക്കാരാണ്. തമിഴ്നാട്ടിലെ പണ്ഡിതൻ്റെ അടുത്ത് ഞാൻ പോയി ഇരുന്നു. മലയാളികളായ ആള് ഒരു തമാശ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തിരിക്കാതെ അവിടെ പോയിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഒന്നും വേണ്ടിയിട്ട് ചിരിച്ചേ ഉള്ളൂ. ഈ ഇവിടെയാണ് കുറച്ച് സൗകര്യം, കാറ്റ് കിട്ടും, അതുകൊണ്ട് ഇങ്ങോട്ട് ഇരുന്നതാണെന്ന് എന്തോ പറഞ്ഞു. നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം അവരൊന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആരിൽ നിന്നും, ഒരു അപരിചിതനിൽ നിന്ന് വരെ നാം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം നമുക്ക് കിട്ടും. എപ്പോഴും ഗ്രന്ഥങ്ങളൊന്നും ആശ്രയിക്കേണ്ട കാര്യം ഇല്ല. എല്ലാവരും അനുഭവസമ്പന്നരാണ്. ഈ ധന്യമീ ജീവിതത്തിൽ പലപ്പോഴായിട്ട് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിസ്സാരക്കാരെന്ന് കരുതുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ ജ്ഞാനാണ് ഡെവലപ്പ് ചെയ്ത് പറയുന്നത്. എവിടെയാണ് വീട്? എനിക്ക് തമിഴ് നല്ലതുപോലെ കേട്ടാൽ മനസ്സിലാവും, തമിഴ് ഭാഷ. അപ്പൊ പറഞ്ഞു, ഏതോ ഒരു ഊരിൻ്റെ പേര് പറഞ്ഞു. അത് എവിടെയാന്ന് ചോദിച്ചു. തിരുവണ്ണാമല അടുത്താന്ന് പറഞ്ഞു. തിരുവണ്ണാമല എന്ന് കേട്ടതും എനിക്ക് അദ്ദേഹത്തോട് എനിക്കൊരു സ്നേഹം, അറ്റാച്ച്മെന്റ് വഴി. അങ്ങനെ ഉണ്ടല്ലോ, ചില സ്ഥല പേര് കേൾക്കുമ്പോൾ ആ സ്ഥലത്തിലുള്ള ആരെങ്കിലും ഓർമ്മ വരികയോ ആ സ്ഥലവും നമ്മുടെ എല്ലാ സെന്റിമെന്റ്സ് വളരും. ഞാൻ പറഞ്ഞു, തിരുവണ്ണാമലയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. വെളുത്ത വാവ് ദിവസമാണ് അധികവും വരിക. രമണാശ്രമത്തിലാണ് താമസിക്കുക. നെച്ചൂർ വെങ്കട്ടരാമൻ അവിടെ അടുത്ത് താമസിക്കേണ്ട സുഹൃത്താണ്. ആ വെളുത്ത വാവ് ദിവസത്തെ പറ്റി എനിക്കറിയാത്ത എന്തെങ്കിലും ഒരു അത്ഭുതം. വെളുത്ത വാവ് തിരുവണ്ണാമലയിൽ വരുന്ന ആളുകൾ പിതൃക്കൾ, രൂപമില്ലാത്തവര്, അനവധി കഥകൾ തിരുവണ്ണാമലയെ പറ്റി കേട്ടിട്ടുണ്ട്. കുറെ എണ്ണം തന്നെ ഈ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, പൗർണമിയിലെ ചന്ദ്രൻ ലളിതാ പരമേശ്വരിയാണ്. എനിക്ക് ഈ ലളിതാ പരമേശ്വരി തുടങ്ങിയുള്ള പദങ്ങൾ കേട്ടാൽ, നേരത്തെ തിരുവണ്ണാമല എന്ന് കേൾക്കുമ്പോണ്ടല്ലോ, അതേപോലെ ചില വാക്കുകൾ, ചില നാമങ്ങൾ വല്ലാതെ വികാരഭരിതനാക്കും. നമുക്കൊക്കെ ഉണ്ടാവും ചില വാക്ക്. അച്ഛൻ്റെ വീടാണ്, അമ്മയുടെ വീടാണ്, ജനിച്ച സ്ഥലമാണ്, അമ്മമ്മയുടെ ശവകുടീരാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ചില വാക്കുകളോട് ചില സെന്റിമെന്റ്സ് ഉണ്ട്. ലളിതാ സഹസ്രനാമത്തിലത്തെ ഓരോ നാമവും ഇത്രയും കാലമായിട്ട് ലളിതാ സഹസ്രനാമത്തിൻ്റെ വാക്ക് കടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വിനയപൂർവ്വം ആദ്യമേ തന്നെ പറയട്ടെ. അറിയാത്ത മഹാത്ഭുതങ്ങളാണ് ലളിതാ സഹസ്രനാമം എന്നുള്ള മന്ത്രം. ഇന്ന് രാവിലെ കാണാമെന്ന മിത്രം കുറച്ച് അസ്വസ്ഥനാണ്, ശരീരത്തിന് നല്ല സുഖമില്ല. നടന്നിട്ടാ വന്നത് ചോദിച്ചാൽ അദ്ദേഹം പതിവായിട്ട് ബൈക്കിലാണ് വരിക. ഞാനൊന്ന് കളിയാക്കി, നടന്നു വരെ അല്ല, ബൈക്ക് ഓടിക്കാൻ വയ്യ, ഒരു തലയുറ്റലും അസുഖമാണ്. ലളിതാ സഹസ്രനാമം വായിക്കാറില്ലേ എന്ന് ചോദിച്ചു. വായിക്കാറുണ്ട്, ഇപ്പം വയ്യാത്തോണ്ട് മുടങ്ങി നിൽക്കുകയാണ്. അതിലെ മന്ത്രം, ആ സൗണ്ടിനാണ് അർത്ഥം.
ആ ശബ്ദത്തിന്, നാമത്തിന്. വെളുത്ത വാവ് ദിവസം തിരുവണ്ണാമലയിലെ പൂർണ്ണചന്ദ്രൻ, അവിടെ ലളിതാ പരമേശ്വരിയാണ് ചന്ദ്രനിൽ പ്രകാശിക്കുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് പലപ്പോഴും തടസ്സം, നമ്മൾ ആർജിച്ച ചില വിജ്ഞാനങ്ങൾ നമുക്ക് തന്നെ തടസ്സമാണ്. നമ്മൾ മനസ്സിലാക്കി വെച്ച ചില വിജ്ഞാനം തടസ്സം ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്പുറം കിടക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെയാണ്, ഇതിൻ്റെ അപ്പുറമില്ല, ഇതാണ് ശാസ്ത്രം. ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ പറ്റുന്ന അബദ്ധം ഒന്നങ്ങോട്ട് മനസ്സിലാക്കി വെച്ചു. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളം മാറ്റില്ല. ആരെ പറഞ്ഞു? 3 ഹൈഡ്രജനായാൽ എന്താ കുഴപ്പം? 4 ആയാൽ ശരി ഇല്ലേ? ഇതൊന്നും നോക്കണ്ട, ഒന്നങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചു. ബുദ്ധിയുടെ പ്രതീകമാണ് സൂര്യൻ. ബുദ്ധി സൂര്യനുമായിട്ടാണ് ബന്ധം. സൂര്യന്റെ പുത്രനാണ് സുഗ്രീവൻ. സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ ഗ്രീവം കഴുത്ത്, കഴുത്ത് നല്ല കാര്യത്തിലേക്ക് തിരിഞ്ഞ വ്യക്തിയാണ് സുഗ്രീവൻ. അയാൾ എന്താ പറഞ്ഞത് കേൾക്കട്ടെ. ഇതാണ് സുഗ്രീവൻ. എനിക്കൊന്നും കേൾക്കണ്ട എന്നല്ല, എപ്പോഴും ബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ സൂര്യനെ കുറിച്ചാണ് പറയുക. വലിയ ജ്ഞാനിയായുള്ള ഹനുമാൻ സൂര്യനിൽ നിന്നാണ് ഈ വിജ്ഞാനമൊക്കെ പഠിച്ചത്. എന്നാൽ ചന്ദ്രനെ മനോകാരകനായിട്ടാണ് ജ്യോത്സ്യന്മാർ പറയുക. ചന്ദ്രൻ മനസ്സാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഏത് ജ്ഞാനത്തിനും കുറേ മറുവശമുണ്ട്. ലളിതാ പരമേശ്വരി എന്ന ദേവത വെളുത്ത വാവ് ദിവസം ചന്ദ്രനിൽ പ്രകാശിക്കും. ചന്ദ്രൻ്റെ അധിപയാണ് ലളിതാ പരമേശ്വരി. ലളിത എന്ന് പറഞ്ഞാൽ പാർവതി. ആ ലളിത പരമേശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആണ് ലളിത. എന്തേ പാർവതി എന്ന് പറയാതെ ലളിത എന്ന് പറയാൻ കാരണം? പാർവതി ഒക്കെ ഒന്നല്ലേ, ഒക്കെ ഒന്നാണ് ആണെങ്കിലും പല രീതിയിലും ഒന്ന് അല്ല. പരമേശ്വരനോട് ചേർന്ന് നിൽക്കുന്ന ലളിതയാണ് ലളിത പരമേശ്വരി. യുക്തിചിന്തയും ബാഹ്യമായ കാര്യങ്ങളൊക്കെ പാർവതിയാണ്. ശിവൻ എന്നുള്ളത് എക്സ്ട്രീം ട്രൂത്താണ്. ലളിതാ പരമേശ്വരി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെയും ബുദ്ധിയുടെയും മൂർത്തിമത് ഭാവമായ ലളിതാ പരമേശ്വരി വെളുത്ത വാവ് ദിവസം ചന്ദ്രനിൽ വ്യത്യസ്തപ്പെടും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു VIP വളരെ കാര്യമായിട്ട് ഇന്ന സ്ഥലത്ത് വരുന്നു എന്ന് പറഞ്ഞ പോലെ ചിത്രാ പൗർണമി വെളുത്ത വാവുകളിൽ തിരുവണ്ണാമലയിലത്തെ അനുഭവത്തെക്കുറിച്ച് അനുഭവിച്ചവർക്ക് പോലും വാക്കുകളെ കൊണ്ട് പറയാനായിട്ട് കഴിയുകയില്ല. തിരുവണ്ണാമലത്തെ ഗിരിവലം, ആ പർവ്വതത്തിൻ്റെ മുകളിൽ കാന്തപർവ്വതം എന്നാണ് അതിൻ്റെ നാമം. കാന്തപർവ്വതം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കാന്തം അങ്ങോട്ട് വലിച്ച് എടുക്കും. അവിടെയാണ് വെളുത്ത വാവ് ദിവസം ഈ കാന്തപർവ്വതത്തിൻ്റെ മുകളിൽ ആ പൂർണ്ണചന്ദ്രനിൽ
ലളിതാ പരമേശ്വരി ഉണ്ട്. അത് മനോകാരകനാണെങ്കിലും ഇൻ്റലക്ച്വലാണ്, ബുദ്ധി അവിടെയുണ്ട്. കാരണം ഇത് ലളിതാ പരമേശ്വരി ആണ്. തൽക്കാലം വീതം വെച്ച് നമ്മൾ ജ്യോത്സ്യം പഠിക്കുമ്പോഴോ ആയുർവേദം പഠിക്കുമ്പോഴോ തൽക്കാലം ഒരർത്ഥത്തിലൊരു കാര്യം പറയും. ആ ഏത് കാര്യം പറയുമ്പോൾ കാലാകാലം ഇതിന് മാറ്റമില്ല അങ്ങനെ വിചാരിക്കരുത്. ഈ അവസ്ഥയിൽ ജനലക്ഷങ്ങൾ എനിക്ക് ഈ തമിഴ്നാട്ടിലെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ അറിവ് കിട്ടിയതിന് ശേഷം ഒന്നുകൂടി ഇപ്പോൾ തിരുവണ്ണാമലയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര തവണ പോയി. ഇനി പോകുമ്പോൾ ലളിതാ പരമേശ്വരിയല്ലേ അവിടെ പ്രതിബിംബിക്കുന്നത് എന്ന് കുറെ കൂടി ആഴത്തിൽ ചിന്തിക്കാനായിട്ട് കഴിയും. കുറച്ചും കൂടി വിശദീകരിച്ചാൽ ലളിതാ പരമേശ്വരി എന്ന് പറയുന്നത് ബുദ്ധിയാണ്, വിവേകം തന്നെയാണ്. ആ പർവ്വതത്തിൽ നല്ലൊരു അന്തരീക്ഷത്തിൽ ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും. കാരണം എത്ര ലക്ഷം പേര് വന്നാലും അവിടെ തിങ്ങിക്കൂടലില്ല, ഒഴുകിപ്പോക്കേ ഉള്ളൂ. ലോഡ്ജിൽ റൂമ് കിട്ടും. നമ്മൾ വിചാരിക്കും അവിടെ എത്ര ലക്ഷം ആളാന്ന്. പലരും ബസ്സിലും വാഹനങ്ങളിലൊക്കെ വന്നിട്ട് ഈ ഗിരി ഇങ്ങനെ പർവ്വതം വലം വെച്ച് വന്നപ്പോൾ തന്നെ പോവാതെ പലരും അവിടെ റൂമെടുത്ത് താമസിക്കുന്നവരൊക്കെ കുറവാണ്. ആ കാഴ്ച, ആ കാന്തപർവ്വതം, അവിടുത്തെ മണ്ണിൻ്റെ പഴക്കം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഹിമാലയ പർവ്വതത്തിൻ്റെ മണ്ണിൻ്റെ പഴക്കം 1.5 ലക്ഷം കൊല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ, 1.5 ലക്ഷം കൊല്ലത്തെ പഴക്കേ ഉള്ളൂ. കണക്കിൻ്റെ കണക്കിൽ 1.5 ലക്ഷമൊക്കെ ചെറുതാണ്. തിരുവണ്ണാമലയുടെ പഴക്കം പറയാൻ പറ്റില്ല എന്ന് ഒരാൾ പറയുന്നത് ആദ്യം പർവ്വതം ഉണ്ടായതിനു ശേഷമാണ് പ്രപഞ്ചം ചുറ്റും ഉണ്ടായതെന്ന് വരെ പറയാം. അതിനെ ബലിതമാക്കാം, ബുദ്ധിയാക്കം ചെയ്യാം. ആ ലളിതാ പരമേശ്വരിയെ പൂർണ്ണചന്ദ്രനിൽ ദർശിച്ചുകൊണ്ട്, ആ ദേവതയെ ദർശിച്ചുകൊണ്ട് ഉള്ള ആ നടത്തത്തിന് കുറച്ചും കൂടി പ്രചോദനമായി ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില വരികൾ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.